ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 21, വിശുദ്ധ സെറാഫിയോണിന്റെ തിരുനാൾ. ഈജിപ്തുകാരനായ സെറാഫിയോൺ പല രാജ്യങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യവും ആശാ നിഗ്രഹങ്ങളും ഏകാന്തതയും അദ്ദേഹം നിരന്തരം അഭ്യസിച്ചു പോന്നു. ഒരു പട്ടണത്തിലുണ്ടായിരുന്ന വിഗ്രഹാരാധകന്റെ അന്ധത കണ്ട് തന്നെ അവന് 20 നാണയത്തിന് വിറ്റ സെറാഫിയോൺ അവനെ വിശ്വസ്തതാപൂർവം സേവിച്ചുകൊണ്ടിരുന്നു. യജമാനൻ സ്വതന്ത്രനായപ്പോൾ ആ 20 നാണയവും തിരികെ കൊടുത്തു സ്വതന്ത്രനായി. യജമാനൻ പണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സെറാഫിയോൺ പണം മുഴുവനും തിരികെ കൊടുത്തു. വീണ്ടും ഒരു വിധവയെ സഹായിക്കാനായി വേറൊരു യജമാനന് തന്നെ വിറ്റ് പണം വിധവയ്ക്ക് നൽകി. ആത്മീയവും ലൗകികവുമായ സേവനം വഴി വീണ്ടും സ്വാതന്ത്ര്യം നേടി. മാത്രമല്ല, ആ യജമാനൻ സെറാഫിയോണിന് ഒരു കുപ്പായവും മേലങ്കിയും ഒരു സുവിശേഷ ഗ്രന്ഥവും സമ്മാനമായി കൊടുത്തു. പുറത്തു കടന്നതും ഒരു ദരിദ്രന് മേലങ്കിയും വേറൊരു ദരിദ്രന് കുപ്പായവും ദാനം ചെയ്തു. അങ്ങനെ സെറാഫിയോൺ കടന്നു പോകവേ ആരാണ് തന്നെ ഇപ്രകാരം നഗ്നനാക്കിയതെന്ന് ഒരു വഴിയാത്രക്കാരൻ ചോദിച്ചു. ഉടനെ സുവിശേഷ ഗ്രന്ഥം തുറന്നു കാണിച്ചുകൊണ്ട് ഗിരിപ്രഭാഷണം ചെയ്ത ക്രിസ്തുവാണെന്ന് മറുപടി നൽകിക്കൊണ്ട്, നീ പോയി നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇതും പറഞ്ഞ് ആ സുവിശേഷ ഗ്രന്ഥവും വിറ്റ് ദരിദ്രർക്ക് നൽകി. അന്യരുടെ ശാരീരികവും ആത്മീയവുമായ നന്മയ്ക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച സെറാഫിയോൺ 2 കൊല്ലം സേവിച്ചാണ് ഒരു മനീക്യൻ പാഷാണ്ടിയെ മാനസാന്തരപ്പെടുത്തിയ ശേഷം ചുറ്റിക്കറങ്ങി റോമിൽ നിന്നും തിരികെ ഈജിപ്തിലെത്തി. 60-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. സർവ്വതും പാപങ്ങൾക്കു ദാനം ചെയ്ത വിശുദ്ധ സെറാഫിയോണെ, ഞങ്ങളും അങ്ങയെപ്പോലെ ദാനധർമ്മങ്ങളിൽ മുഴുകാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.